അമ്മായിയാണ്, അടിക്കാൻ പാടില്ല. ഞാൻ വിചാരിച്ച കേശുവായിരുന്നു. അല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്ന് നോക്കാത്ത? എപ്പ പോയി? അല്ല, ഞാൻ പോണോണ്ട് നീ ഒന്നും മൈൻഡ് ചെയ്തില്ല എന്ന്. ഞാൻ കണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യൂലേ? മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് ചോദിച്ച. അമ്മായി അമ്മായി ഇവിടെ ഇരുന്നേ. എന്തിന് ഇരിക്കണോ? ഇരുന്ന്. അമ്മായി, ഞാനൊരു കാര്യം പറഞ്ഞ ശ്രദ്ധയോടെ കേക്കൂ. നീ പറയണ കാര്യമൊക്കെ ശ്രദ്ധയോടെ കേട്ടാണ് എന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. അമ്മായി പറ. നമുക്ക് രണ്ടുപേർക്കേ ഈ വീട്ടിലെ എന്തെങ്കിലും വില കിട്ടുന്നുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല. അതിന്റെ കാരണം എന്താ? എന്താ എന്താ എന്താ? തന്റെ അടുത്തല്ലടോ, തന്റെ പുറകിൽ ഒരാൾ ഇപ്പൊ ഉണ്ട്. എന്താ? അതങ്ങോട്ട് ചോദിച്ചാ എന്താന്ന്? എന്താ? അല്ല, അവിടെ നിന്ന് വണ്ടി സ്പീഡിൽ ഞാൻ വരുന്ന കണ്ടു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ബ്രേക്കിൽ ചവിട്ടി. അതെന്താന്നാ ചോദിച്ചേ? അയ്യോ, ഞാൻ നിങ്ങളെ ഒന്ന് നോക്കിയെന്നുള്ളതേ ഉള്ളൂ. അമ്മൂമ്മേ, ആരെങ്കിലും എന്തെങ്കിലും ഈ വീട്ടിൽ സംസാരിച്ചാലേ അത് കേൾക്കാനുള്ള ത്വര അമ്മൂമ്മയ്ക്കുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് അമ്മൂമ്മ കാര്യം പറ. നിങ്ങൾ എന്ത് പറഞ്ഞാ എനിക്കെന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്നാ പിന്നെ മക്കള് ചെല്ല്. ലച്ചു, ചില സമയങ്ങളിൽ ഞാൻ നിന്റെ അമ്മൂമ്മയാണെന്ന് നീ മറന്നു പോകുന്നുണ്ട്. എന്റെ സ്വഭാവം മാറിയ നീ ഓടും, കുഴിപ്പള്ളം വരെ ഓടും. കുഴപ്പമില്ല, ഞാൻ കുഴിപ്പള്ളം വരെ ഓടാൻ ഞാൻ റെഡിയാ. തൽക്കാലം ഇപ്പൊ അമ്മൂമ്മ ചെല്ലും. അല്ലേ അല്ലേ അല്ലേ? ഇല്ല അമ്മ. ബേട്ടോ അമ്മായി, ഞാൻ പറയാൻ പോകുന്ന കാര്യേ ഭയങ്കര സീക്രട്ട് ആയിരിക്കണം, ആരും അറിയരുത്. നീ ധൈര്യമായിട്ട് പറയല്ലേ, ഞാൻ നിന്നോട് കൊട്ടക്കില്ലേ കൂടെ. അമ്മായി, അതെന്താന്ന് വെച്ചാലേ ആക്ച്വലി നമ്മൾ ഈ കാര്യം ചേച്ചി ഇത് കുടിക്ക്. ഇത് കുടിച്ചിട്ട് சொல்லுங்க ഇതില് ഞാൻ എന്നെല്ലാം ചേർത്തിരിക്കേന്ന്. ഇത് കുടിച്ചാലല്ലേ അത് പറയേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ പറയണ്ടല്ലോ. അപ്പം നേരത്തെ ചേച്ചി ഇതാണല്ലേ കിച്ചണിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്? ആമാ. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ നമ്മള് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കണം, പിന്നെ കുടിക്കാം. നിങ്ങൾ നോക്കും. എന്ത് കാര്യം? ഇയാൾക്ക് എല്ലാ കാര്യവും അറിയണോ? என்னப்பா இது, நான் ஆசைப்பட்டு உண்டாக்கிட்டு வந்தது தானே. நீங்க குடிச்சு பார்த்துட்டு சொல்லுங்க, அல்லைன்னா எனக்கு ரொம்ப சங்கடம் ஆயிடும். പാവം ലച്ചു, വിഷമാവോന്ന്. കുടിക്കല്ലേ? കുടിക്ക്. നീ കുടിക്ക്. ആദ്യം അമ്മായി കുടി. നീ കുടിക്ക്. അമ്മായി ടേസ്റ്റ്. നീ അല്ലേ ടേസ്റ്റ് ചെയ്യാൻ പിടിക്ക്. എന്തോ நல்லா இருக்கா? കൊള്ളില്ല. ഇത് കുടിപ്പിക്കാനായിരുന്നു ഇത്രയും ബിൽഡപ്പ്. എന്നാ ഇനി ഇതും കൊണ്ട് ഈ വഴിക്ക് വരരുത് കേട്ടോ. പോ പോ പോ, സ്ഥലം വിട്. എന്തൊരു ചമർപ്പാണ്. കുളത്തില്ലേ? ശരിക്കും അതല്ലേ പറയാ കുളത്തില്ലെന്ന്. നീ ഇങ്ങനെ കുടിക്കില്ലേ? ഞാൻ വിചാരിച്ച പറഞ്ഞിടാൻ വേണ്ടി നമ്മള് മാറ്റർ ചെയ്ത് വിട്ടുപോണ്. കാര്യം പറ. അവര് പോയാ? അമ്മായി, ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമുക്ക് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയാലോ? ഓൺലൈൻ എന്ത് ബിസിനസ്? ആക്ച്വലി ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് പട്ട് സാരിയുടെ ഓൺലൈൻ ബിസിനസ് പ്ലാൻ ആക്കിയത്? അത് ഇപ്രാവശ്യം നമുക്ക് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്താലോ? സെറ്റ് ചെയ്യാം. കാര്യമായിട്ട് പറഞ്ഞ? കാര്യമായിട്ടാണ് ഞാനും പറഞ്ഞ ചെയ്യാം. ശരിക്കും നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ ഉന്നീത സായം പൊന്നാന നെഞ്ചേ പൊന്നാന കയ്യ. കനകം, രണ്ടുപേരും കൂടെ മാവിന്റെ മൂട്ടി ഭയങ്കര ചർച്ചയാ. யாரெல்லாம்? ലച്ചുവും ഗൗരിയും. അല്ലാതാരാ? அவங்க என்ன வேணா பேசிக்கட்டும் அம்மா, நீங்க அதெல்லாம் கண்டுக்காதீங்க. അവരെന്ത് വേണോ പേശിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ പരിഹാരം കാണാൻ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. அம்மா, அவங்க என்ன பேசுறாங்கன்னு தெரியாம இருக்கறனால உங்களுக்கு ரொம்ப கஷ்டமா இருக்குல்ல? എനിക്ക് എന്ത് കഷ്ടം? എനിക്ക്
എന്നാലുവേ നീ ചെന്നേ അവരോട് നയത്തി ചോദിക്കുമ്പം ചിലപ്പോ പറയുമായിരിക്കും. அப்ப நீங்க தானே சொன்னீங்க உங்களுக்கு ஒண்ணும் தெரிய வேண்டான்னு. അല്ല എനിക്ക് അറിഞ്ഞിട്ടൊന്നും സാധിക്കാനൊന്നും ഇല്ല. എന്നാലും നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഈടാ എനിക്ക് தெரியுது. വന്നല്ലോ. വെള്ളം വല്ല ഇരിക്കണ. നീ എത്ര നേരമായി പോയിട്ട്? നീ എവിടെ പോയേക്കുമായിരുന്നു? ഞാൻ പറഞ്ഞില്ലായിരുന്നു? അയ്യോ, ആ ഒരു ആവേശത്തിന് ചാടി ഇറങ്ങി പോയത്. മുമ്മ, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ അച്ഛന് പെട്ടെന്ന് വയ്യാതെ, അപ്പൊ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാനിവിടെ പോയത്. അത് തന്നെ ഞാൻ ചോദിക്കുന്ന കാര്യം വിട്ടുപോയി. അതെ, അവർ രണ്ടിനോട് എന്താണ് സംഭവം? ലച്ചേച്ചി അമ്മായി കൂടെ ഭയങ്കര ചർച്ച അവിടെ നിന്നിട്ട് തോന്നിയല്ലോ. ഞങ്ങള് രണ്ടുപേരോട് അതാടാ ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നേ. ആണോ? അങ്ങനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ട്. സംഭവം എന്തായിരുന്നറിയാം മുമ്മ? ഞാൻ അവിടെ ചെന്ന് എന്നിട്ട് നൈസിൽ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി അവരുടെ അടുത്തോട്ട് പോയി. ടക്കനെ രണ്ടും കൂടെ എൻ്റെ അടുത്ത് ചാടി കടിക്കാൻ വന്നേക്കണേ. ஐயோ அப்படின்னா ஏதோ பெரிய விஷயம் நினைக்கிறேன். അത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ സംസാരിച്ചോണ്ട് നിക്കുന്നേ. എന്നാലും എന്തെന്ന് അറിയാഞ്ഞിട്ട് മനസ്സിനകത്തൊരു കുലു കുലു നിനക്ക് തോന്നുന്നു. അല്ലേ അല്ലേ? നമ്മുടെ അമ്മായിയും ലച്ചസും തമ്മിൽ വൺ ഡിസ്കഷൻ. ഓ, നമ്മള് തന്നെ എത്ര നേരം സംസാരിച്ചിട്ടുണ്ട്. പാറൂസേ അത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് മാറ്റർ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു. എന്താ? അവരെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. എന്ത് ബിസിനസ്? പട്ടുസാരി ഓൺലൈൻ ബിസിനസ്. പട്ടുസാരി? ഓ, പട്ടുസാരി ബിസിനസ്. എന്റെ ഫാമിലി 1-2 പേര് ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പോകുന്നുണ്ട്. അതിപ്പോ ട്രെൻഡ് ആണല്ലോ അല്ലേ? സംഭവമൊക്കെ കൊള്ളാം. ഇവിടെ ആരൊക്കെയൊക്കെയോ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഛേ, അവര് നമ്മളടുത്ത് പറയാതെ നൈസിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഒത്തോണ്ട് നമ്മളെ ചവിട്ടി പുറത്താക്കണ പരിപാടി. കൊള്ളാം കൊള്ളാം കൊള്ളാം, നന്നായിരിക്കണം. எங்க ஊரு மதுரையில நிறைய பேர் இந்த பட்டுசாரி பிசினஸ் செய்யறாங்கம்மா. அவங்க என்ன செய்வாங்கன்னா மதுரையில இருந்து காஞ்சிபுரம் போவாங்க, அங்க இருந்து பட்டு சாரி எடுத்துட்டு வருவாங்க, എന്നിട്ട് சேல் பண்ணுவாங்க. അളിയാ അവരിനി കാഞ്ചീപുരത്ത് പോകും. കാഞ്ചീപുരം അളിയ? മധുരയിൽ തന്നെ കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ 7-8 മണിക്കൂർ യാത്രയും കണ്ടില്ലേ? டேய் சென்னையில இருந்து ஒரு 70 കിലോമീറ്റർ தானே வரும். ആണോ? അളിയൻ പറഞ്ഞാൽ ഇനി ഇവരെല്ലാം പോവൂ? എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നൈസിൽ അവരുടെ കൂടെ കേറി പറ്റിയാണ്ടല്ലോ തമിഴ്നാട് മൊത്തം അടിച്ചു പൊളിച്ചിട്ട് വരാം. എന്താണ് ഒരു സമ്മേളനം? സമ്മേളനം ഇങ്ങനെയാണെങ്കിൽ നിക്കണ്. അല്ല, നിങ്ങളുടെ ചർച്ച എവിടെ വരെ? അന്തിമ തീരുമാനം? എന്ത് തീരുമാനം? ഞങ്ങള് കുറച്ചേരം അപ്പുറത്ത് മാറുന്ന സംസാരിച്ചപ്പോ എല്ലാരും കൂടെ പറഞ്ഞു അത് ചർച്ചയാക്കി. ഇനി ആ ചർച്ചയുടെ അവസാനത്തെ തീരുമാനം അറിയണോ? വേണ്ട, നമുക്കറിയണമെന്നില്ല. കനകം, ഞാനൊരു കാര്യം പറയാൻ അങ്ങ് വിട്ടുപോയെന്നേ. നമ്മുടെ പാഴൂരെ സരളയില്ലേ? സരളയാ? എന്ത് സരള? ഓ, നിനക്കറിയത്തില്ലയോ പാഴൂരെ? അവിടുത്തെ സരള നിനക്കറിയത്തില്ല? அந்த சரளா எனக்கு தெரியும் அம்மா. ആ സരളയുടെ മോടെ കല്യാണമേ അങ്ങ് കാഞ്ചീപുരത്ത് വെച്ചാ. കാഞ്ചീപുരത്ത് വെച്ചോ? എന്തായാലും ഞാൻ പോവും. அம்மா அப்படின்னா நானும் வரட்டா? அங்க காஞ்சிபுரத்துல இந்த பட்டு சாரி எல்லாம் கொஞ்சம் விலையில கிடைக்கும். നമ്മൾക്ക് நிறைய പട്ട് സാരി എല്ലാം വാങ്ങിട്ട് വരലാമാ. അതെന്തായാലും വാങ്ങിക്കണല്ലോ, നിറയെ നമുക്ക് വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ കാഞ്ചീപുരത്തേക്ക് പോകുന്നുണ്ടെങ്കിലേ അവിടെ നിന്ന് കുറച്ച് സാരി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് കച്ചവടം ചെയ്യാം. അമ്മൂമ്മ അങ്ങനാണെങ്കിൽ ഞാൻ കുറച്ച് പൈസ ഇടാം, അളിയനും കുറച്ച് പൈസ ഇടും. അത് ഞങ്ങൾ നിങ്ങളുടെ തന്നുവിടാം. നിങ്ങൾ കാഞ്ചീപുരത്ത് പോയിട്ട് ഇഷ്ടംപോലെ സാരി എവിടുന്ന് മേടിക്കണം, നമുക്ക് നാട്ടിൽ കൊണ്ടുവരണം. എന്നിട്ട് ഞാനും അളിയനും കൂടെ പാർട്ണർഷിപ്പില് ഇതങ്ങ് നമുക്ക് അങ്ങ് ഒരു വിൽപ്പന അങ്ങ് നടത്താം. വേണേ നമുക്ക് ഓൺലൈൻ ആയിട്ട് നടത്താം. അതാവുമ്പോ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അങ്ങനെയാണെങ്കിലേ അതൊരു നല്ല കാര്യമാ മോനെ. കേശുവിനൊരു വരുമാന മാർഗവും ആവും. അതെ 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 അതെ. അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം പാർട്ണർഷിപ്പ് ചെയ്യുമ്പോഴേ ബാക്കിയുള്ളവരൊക്കെ നമുക്കങ്ങ് ചവിട്ടി പുറത്താക്കാമല്ലോ. എന്താ പറയുന്ന ലിച്ചു ചേച്ചി? അമ്മായി ഒന്ന് അപ്പുറത്തേക്ക് വന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അളിയാ, ഓ പൊന്നളിയാ, എന്താടാ? രണ്ടെണ്ണം കൂടെ അവിടെ മാവിൻ ചോട്ട് ഇരുന്ന് ഭയങ്കര കാര്യം പറിച്ചില്. ഞാൻ എന്റെ സമയമോശത്തിന് അങ്ങോട്ട് കുറച്ചേരം നോക്കിയിരുന്നു. എന്നെ ഇരുന്ന് പള്ളു പറയണിപ്പം. പള്ളു പറയുന്ന ചുമ്മാ വിളിക്കണെന്ന്. എടാ, നമ്മളെ
അവരുടെ പ്ലാനിങ്ങിന്റെ കാര്യം അറിഞ്ഞ പിന്നെ അവർ ഭയങ്കര ടെൻഷനിലാണ്. ഞാനാ പറഞ്ഞെന്ന് ആരെടുത്തും പറയരുത്. അളിയാ കാശ് ചോദിച്ചോണ്ട് എന്തായാലും അളിയന്റെ അടുത്ത് വരും. അവരളിയന്റെ ഫ്രണ്ട് ഉറപ്പായിട്ട് മുട്ടു അടക്കുകയും ചെയ്യും. വരട്ടെ, നമുക്കേ വട്ടം കറക്കാം. അതുകൊണ്ടായിരുന്നു. എന്താണ് ഒരു ചിരി? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പുറത്ത് തുടങ്ങിയിരുന്ന് കേട്ടിട്ട് വന്ന് ചിരിക്കുന്ന പാറുവേ, രാവിലെ ഞങ്ങൾ സംസാരിച്ചെല്ലാം